ഹായ് കൂട്ടുകാരെ, അടുപ്പത്തൊരു ചിക്കൻ കറി ആയാലോ? ഒരു മോഡേൺ ചിക്കൻ കറി. അതിനായിട്ട് ഞാനിവിടെ അലുമിനിയത്തിൻ്റെ ഒരു വലിയ വാണ എന്നാണ് പാലക്കാട്ടുകാർ പറയുക. ഒരു വാണയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. വേഗം ചൂടായി കിട്ടും. വെളിച്ചെണ്ണ ഒരു 5 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. വലിയ ഉള്ളി സവാള 4 എണ്ണം ഇതുപോലെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷമാണ് ഞാനിവിടെ വലിയ ഉള്ളി ഇതിലിട്ട് വണക്കുന്നത്. ഇവിടെ വണക്കുക എന്നാണ് പറയുക. വണക്കുന്നത്. ഇത് വണന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ മൂത്ത് വരണം. തക്കാളിയുടെ ഈ ഒരു കട്ടിപ്പൊക്കെ മാറി മൊരിഞ്ഞ് വരുന്നത് വരെ, തക്കാളി മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ല വിറകടുപ്പത്ത് വേവുന്ന അടിപൊളി ചിക്കൻ കറിയാണ്. അടുപ്പിൽ തന്നെ വെക്കണം ഈ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. ഞാനിവിടെ എൻ്റെ മിക്സിയുടെ ജാറ് ചതച്ചെടുത്തിട്ടുള്ളത് പെരുംജീരകം, വലിയ ജീരകം 1 ടീസ്പൂൺ അളവിലാണ്. 1/4 ടീസ്പൂൺ ചെറുജീരകവും ഒരു 4-5 അല്ലി വണ്ണമുള്ള അല്ലി വെളുത്തുള്ളി, 4 കഷ്ണം ചെറിയ ഇഞ്ചി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. കൂടെ 2 പച്ചമുളകും ഒരു പിടി മല്ലിയിലയും കൂടി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചതച്ചെടുത്തിട്ടുള്ളത് മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, ചെറിയ ജീരകം, ഗരം മസാല ഇവയാണ്. ഇവ നല്ല പോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച ശേഷമാണ് ഞാനിതൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ പച്ച മണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ചെമ്പ് താഴത്തോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണ്. കാരണം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകും. 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളികളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചിക്കൻ മസാല പൗഡറാണ്. അത് ഞാനിവിടെ ഒരു 2-2.5 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും ഇത് അടുപ്പത്ത് വെക്കാം. പൊടികളൊക്കെ നല്ലപോലെ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഒരിക്കലും കരിയാൻ പാടില്ല, അടുത്ത് തന്നെ നിൽക്കണം. ഇതിലേക്ക് ഞാൻ ഈ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഈ പൊടികളുമായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കണം. എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കുന്ന വിധം നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ല പോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ മണമുണ്ട്, ആ മണം പോയി കിട്ടാനാണ്. ഒരു വല്ലാത്ത കുത്തുന്ന മണമാണ് ചിക്കൻ്റെ ഇറച്ചിക്ക്. അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പം നല്ല പോലെ വഴന്നു, എല്ലാ മസാലയും ഒപ്പം പിടിച്ചു. ഞാനൊരു 1 ഗ്ലാസ് വെള്ളം, ഒറ്റ ഗ്ലാസ് മതിയാകും. ഇത് ഇറച്ചി കറിയായിട്ടാണ് വെക്കുന്നത്. ചപ്പാത്തിക്ക് ചോറിനും പറ്റും. ഇനി ഇത് നല്ല പോലെ ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഇത് തിളച്ച് വരുമ്പോൾ മാത്രം ഉപ്പ് ചേർത്താൽ മതിയാകും. ആദ്യം തന്നെ ഉപ്പിടാൻ പാടില്ല. ഇപ്പം ഞാൻ തീ നല്ല പോലെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇറച്ചി ഇപ്പം തിളച്ച് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറച്ചിയിൽ അധികം ഉപ്പ് പിടിക്കില്ല. ഇത് വെച്ച ശേഷം 1/2 മണിക്കൂർ ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയും വേണം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം. കറി ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പടയ്ക്കണ സ്വാദാണ് കൂട്ടുകാരെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി നാളികേരം ഇങ്ങനെ ചീളുകളാക്കി കൊട്ടിക്കൊടുത്താൽ മതിയാകും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, മല്ലിയില ചേർക്കാൻ മറക്കരുത്. മല്ലിയില ചതയ്ക്കുന്നതിൻ്റെ കൂടെ നല്ല പോലെ ചതച്ചെടുത്താലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. ഈ ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
ഇനി ഇത് നമുക്ക് വീണ്ടും ഈ നാളികേരം വേവുന്നത് വരെ അടച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കൂടി ഇത് വേവണം. അടച്ചു വെക്കാൻ പോകുന്നു. നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വെച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി. അപ്പോഴേക്കും ഇതിൽ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും. വെച്ചിറക്കിയ ശേഷം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രുചിയുമായി വന്നിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാം പാകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ നല്ല പോലെ മൊരിഞ്ഞ ശേഷം മാത്രമേ പൊടികളൊക്കെ ചേർക്കാവൂ. അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ വരും. ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തിയിട്ടില്ല. കുരുമുളക് ചേർത്തുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല ചിക്കൻ മസാലയിൽ കുരുമുളക് ചേർന്നിട്ടുമുണ്ട്. അത് മതിയാകും. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ.